അങ്ങനെ സ്വീകരണം കൊടുത്തിട്ട് കാണിക്കലോ അസ്കരി ഫൈസി എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യക്തിത്വമാണ്. ഞാൻ അടുത്ത് പഠിച്ചില്ലെങ്കിൽ സമസ്ത മുഷാവറ മെമ്പർ, അദ്ദേഹം ജാമ്യയിലുള്ള ഉസ്താദ്. ആ ഉസ്താദ് പോകുമ്പോ നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, അത് സമസ്ത അറിയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ പ്രശ്നമില്ല. എന്തെല്ലാം പരിപാടി ഉണ്ടായി, ഞാൻ ആരെയും ആക്ഷേപിക്കില്ല. എന്തെല്ലാം പരിപാടി ഉണ്ടായി പഠിച്ചോനെ. സമസ്ത കോളേജ് അപ്പുറത്ത് വെച്ചുകൊണ്ട് ഒന്നിരായ ഉസ്താദിന്റെ ശിഷ്യന്മാർ പരിപാടി വെച്ചപ്പോൾ അതിന്റെ ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ജാമ്യയിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ എന്തിനു പിരിച്ചുവിട്ടു? ഒരു തെറ്റുമാണല്ലോ ഉസ്താദ്. ഇന്ന കാര്യത്തിനാണ് ഞങ്ങൾ ഉസ്താദിനെ പിരിച്ചിട്ടെന്ന് പറഞ്ഞില്ല മക്കളെ. തലേന്നൊരു വോയിസ് കേട്ടു. നാളെ സുന്നികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ പരിപാടി നമ്മുടെ സമുദായത്തിന്റെ പരിപാടിയാണ്. ഞാൻ ആ പാർട്ടിനെ പറയുന്നില്ല, എനിക്ക് യാതൊരു വിദ്വേഷമുള്ള എപ്പി ഞങ്ങളൊക്കെ അതിന്റെ പാർട്ടികൾ തന്നെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊന്നും വേണം നമുക്ക്. അതുകൊണ്ട് നാളത്തെ സമ്മേളനം വിജയിപ്പിക്കൽ നമ്മുടെ ബാധ്യത. ഞാൻ കേട്ടതല്ലേ, എന്നോട് കേൾപ്പിച്ചു കേൾപ്പിച്ചു സാർ, എന്നോട് കേൾവി. ജാമ്യന്റെ സമ്മേളനം, സന്നദ്ധ സമ്മേളനം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു വോയിസ് നടക്കാൻ, ഒരു വോയിസ് ഇടാൻ സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കൊടുക്കുന്ന കേട്ടോളാം, ഞാൻ തിരിച്ചു പറഞ്ഞോളാം. പക്ഷെ ഈ ഒരു പരിപാടി നടന്നപ്പോ അസ്കർ അലി ഫൈസിന്റെ എതിരിൽ ജാമിയ നൂരിയ എന്ന സമസ്തയുടെ സ്ഥാപനമാണ്. ആർക്കാരും സംശയമുള്ളത്? ആർക്കാരും സംശയം? സമസ്തന്റെ സ്ഥാപന ഒരു കുഴപ്പമില്ല. മാനപ്പെട്ട ശൈഖുന കോട്ടുമൽ ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, മാനപ്പെട്ട ശൈഖുന കേക്കുസ്താദിന്റെ വിയർപ്പാണോ കാത്തല ചുങ്കത്ത് ബഹുമാനപ്പെട്ട മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ വാഫി എന്ന ശബ്ദം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശബ്ദങ്ങളാവുകൊണ്ടാണ് പറഞ്ഞത്. ആ കോളേജിന് വേണ്ടിയിട്ട് ഗൾഫിലും സുഖല്ലാതിട്ടും ഗൾഫിൽ പോയിട്ട് അറബികളെ കണ്ട് പൈസ മേടിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന കെ ഉസ്താദ്. മുസ്ലിം നിങ്ങൾക്ക് ക്ലാസ് നടത്തുമ്പോ പ്രസവനെ അദ്ദേഹത്തിന്റെ യാത്രയിലുള്ള ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, ആ കോളേജ് വരാനും ആ മർക്കസ് അവിടെ ഉയരാനും. ഇന്ന് ആ മർക്കസിലേക്ക് ചെല്ലുമ്പോഴാണ് സമസ്ത വേണ്ട എന്ന് പറഞ്ഞു. സമസ്ത ആദർശത്തിന് എതിരായി ഇൻഷാ അല്ലാഹ് അത് പ്രവർത്തിച്ചപ്പോ അതിന്റെ എതിരെ സമസ്ത പറഞ്ഞു, നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ വിട്ടു നിൽക്കണം. അവരാരും ഇത് പറയാനുള്ള അത്രയുള്ളൂ. നിങ്ങളെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന കെ ഉസ്താദിന്റെ വീർപ്പാണത്. നിങ്ങൾ കെ ഉസ്താദിനെ കബറെടുക്കണം. ഈ ബാക്കി ഒത്തുകൾ പോയിട്ട് സിയാറത്ത് ചെയ്തില്ല. സാധുവായി ഞാൻ അതെവിടെ താന്നൂര് ബദരിയ പള്ളിന്റെ മുറ്റത്തെ അങ്കണത്തിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന കെ ഉസ്താദ് കിടക്കുന്നത്. അറിയാം, ഞാൻ അവിടെ ഇരുന്ന് 3 യാസീൻ എന്തിനറിയോ ഉസ്താദിന്റെ കുരുത്തപ്പെടുത്താൻ കിട്ടാൻ. ആ ഉസ്താദിന്റെ വിയർപ്പാണ് ഇന്ന് മർക്കസ് പടസുവിനെ തർബിയത്തുൽ ഇസ്ലാമിയ കോളേജായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ സമസ്തന്റെ സ്ഥാപനം തന്നെയാണ്. സമസ്തയിലല്ലാത്തൊരു നിയമം, വിദഈ നിയമം അതിൽ പഠിപ്പിക്കുമ്പോ അത് സമസ്ത പറഞ്ഞു, നിങ്ങളത് വേണ്ട. 1 അല്ല 2 അല്ല 3 അല്ല 4 കൊല്ലം വരെ സമയം കൊടുത്ത് മാറി നിൽക്കണേ, ഞങ്ങൾ മാറിക്കണട്ടോ, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന എം.ടി. ഉസ്താദിനെ നാട്ടു റോട്ടിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള കുട്ടികൾ ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരൊന്നും ചെയ്യാത്ത രീതിയിൽ ഇംഗിരാവ് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന എം.ടി. ഉസ്താദിനെ കടക്കാൻ വരെ സമ്മതിച്ചില്ല, പെൺകുട്ടികളടക്കം. ആ കൂട്ടത്തിൽ എന്റെ ഒരു അനുജന്റെ പുത്തരിലെ കുട്ടി വരെ ഉണ്ടായി. ആ കുട്ടി പറഞ്ഞു, ഞാൻ പോയില്ല ഉസ്താദേ, ഞാൻ പോയില്ല. ഇതാ കുട്ടികളെ കുഴപ്പമില്ല, ആ കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ദുർബുദ്ധിയിൽ നിന്നൊക്കെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഉസ്താദന്മാർക്ക് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങളെ വിഷമിക്കുന്ന ഒരു പ്രവൃത്തി, ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സമസ്തയ്ക്ക് വേണ്ടിയാണ്. അത് മരിക്കുന്നത് വരെ ഇന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ മരിക്കുമ്പോഴും അവസാനത്തെ വാക്കില്ല ഇലാഹ ഇല്ലല്ലാഹ്. സമസ്തന്റെ സ്റ്റേജിൽ ഞാൻ പോകും, സമസ്തന്റെ ഹൃദയത്തിൽ ഞാൻ പ്രവർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു തആല ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ മുറാദ്